ഫാമിലി ഓഡിയൻസിനൊക്കെ കൂടുതൽ കാണാൻ പറ്റിയ പടം. പിള്ളേർക്കായാലും തോന്നുന്നു. നല്ല കോമഡി, ഫസ്റ്റ് ഫുൾ കോമഡി ആയിരുന്നു. ഫാമിലി ഓഡിയൻസിനൊക്കെ വർക്കൗട്ട് ഫാമിലി ഓഡിയൻസിന് പറ്റിയ കോമഡി നല്ല തിയേറ്റർ തന്നെ വന്നു. ടിപ്പിക്കൽ ദിലീപ് മൂവിയാണ്. സത്യനാഥനെ കണ്ടവർക്ക് വൈബ് കൂടാം. പിന്നെ ക്ലൈമാക്സിലെ സസ്പെൻസ് ഒക്കെ രസമുണ്ട്. മടുക്കിയിലൊന്നുമില്ല. തിയേറ്ററിൽ തന്നെ വന്നതാണ്. മീറ്റ് ചെയ്യാൻ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളല്ലേ പറയണ്ടേ? അല്ല, തനിക്ക് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ അത് എനിക്കും പറ്റി. നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റിയോ? അപ്പം തിയേറ്ററിൽ ഈ വെക്കേഷൻ തൂക്കിയെടുക്കാനായിട്ട് പവിയുണ്ട്. എല്ലാവരും അടുത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ തിയേറ്ററിൽ എല്ലാവരും പോയി കാണും. ഫാമിലി ഓഡിയൻസിന് മസ്റ്റ് വാച്ചാണ്. ഇഷ്ടപ്പെടും, എല്ലാവരും ഇഷ്ടപ്പെടും. പഴയ ഗുണമല്ല, ബാക്കി കഴിഞ്ഞ പോലെയല്ല, ഒരുപാട് മാറ്റമുണ്ട്. ഇതേപോലെ മൂവി പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ കുറച്ച് ഗ്യാപ്പിട്ടുള്ള പടമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒട്ടും പിറകിലോട്ട് പോയല്ല. ഗ്യാപ്പിൻ്റെ ഇട്ടാലും പുള്ളി ആക്ടിങ് ഒട്ടും പിറകിലോട്ട് പോയല്ല. പിന്നെ അതേപോലെ തന്നെ ജോണി ആൻ്റണി ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാം. ദിലീപിൻ്റെ കംഫോർട്ട് സോണിലേക്കുള്ള തിരിച്ചു കാണാം. അല്ല, പുള്ളിയുടെ കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ കോമഡി കുറച്ച് കൂടുതലുള്ള പടമാണ്. അതായത് ഇതിൽ അത്രയ്ക്ക് കോമഡി അവിടെ ഏറ്റുള്ളത് പറയാം. എന്തായാലും പടം തിയേറ്ററിൽ വാച്ചുകളായിട്ട് തോന്നും. ദിലീപേട്ടൻ്റെ പഴയ കോമഡിയൊക്കെ ഇതിലേക്ക് വന്ന് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ ക്ലൈമാക്സും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡോഗ് ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. വ്യത്യസ്തത എന്ന് പറയാനല്ല, ബട്ട് നമുക്കൊരു പകുതി ഹാഫ് പോർഷൻ ഇൻ്റർവെൽ വരെ നന്നായിട്ട് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ ക്ലൈമാക്സിൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവം. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. ബോറടിക്കുന്ന ഒരു ഇതേ പ്രശ്നമേ ഒതുക്കുന്നില്ല. അത്ര നല്ല ഇഷ്ടമായി.